അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യക്കൊപ്പം വിളമ്പുന്നതും പഴമയുടെ അതേ രുചിയിൽ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ ബീട്രൂട്ട് പച്ചടി വേഗം എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള 2 ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് നോക്കി വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വാടിയ ബീട്രൂട്ടൊന്നും ഇതിനു വേണ്ടി എടുക്കരുത്. ഇനി ഈ ബീട്രൂട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തൊലി മുഴുവനും മാറ്റാം. ഇനി ഈ ബീട്രൂട്ട് ഗ്രേറ്ററിൽ വെച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് കനത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കരുത്, വളരെ കനം കുറച്ച് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഗ്രേറ്ററിന്റെ ആ നീളത്തുള്ള ചെറിയ ഹോൾ കൂടി ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഗ്രേറ്റർ ഇല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് അരിഞ്ഞെടുത്താലും മതിയാകും. ഇനി ബീട്രൂട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml കപ്പിന് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ആദ്യമേ ഒരുമിച്ചിടരുത്. ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം ലാസ്റ്റിൽ പാകത്തിന് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കുറവായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിം വെച്ച് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി ബീട്രൂട്ട് ഒന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഈ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോ 250 ml കപ്പിന് 1 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഇങ്ങനെ മുഴുവനായിട്ട് ഇടരുത്, അരിഞ്ഞു കിട്ടാൻ എളുപ്പത്തിന് വേണ്ടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് മീഡിയം സൈസ് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. വലിയ പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് എടുത്താൽ മതിയാകും. ഈ പച്ചമുളക് മുഴുവനായിട്ട് ജാറിലേക്ക് ഇടരുത്. പെട്ടെന്ന് അരഞ്ഞു കിട്ടാനായിട്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് വേണം ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 4 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒരുപാട് ഒഴിക്കരുത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് ഒന്ന് അരച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുത്താൽ മതിയാകും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാൻ. അഥവാ നിങ്ങൾക്ക് അരച്ചെടുക്കുന്ന സമയം വെള്ളം കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അരച്ചെടുക്കുക. ഇപ്പൊ എനിക്ക് അരച്ചെടുക്കാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. വീണ്ടും ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇപ്പൊ നല്ലതുപോലെ ഇതാ ഒന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ബീട്രൂട്ട് വേവിക്കാൻ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പൊ കടലെ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനും വറ്റി ഇതാ ബീട്രൂട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മുഴുവൻ വെള്ളവും വറ്റിച്ചിട്ട് വേണം ബീട്രൂട്ട് വേവിച്ചെടുക്കാനായിട്ട്. വെള്ളം മുഴുവനും വറ്റിയതിന് ശേഷം മാത്രമാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലെ വെള്ളം ഒന്നും ഒഴിക്കരുത്. വെള്ളം ചേർക്കാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങയിൽ അരച്ചെടുക്കാൻ നേരത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനും വറ്റി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയുടെ മിക്സ് എല്ലാം എന്താ ബീട്രൂട്ടിൽ പിടിച്ച് നല്ലവണ്ണം വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഇല്ല. ഇപ്പൊ ഇതിലെ വെള്ളം മുഴുവൻ എന്താ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1.5 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ തൈര് എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള തൈര് വേണം എടുക്കാനായിട്ട്. ഈ തൈരിലുള്ള കട്ടകളൊന്ന് ഉടഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് തൈര് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നത്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഇപ്പൊ തൈര് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടകളെല്ലാം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ കട്ടകൾ ഉടച്ചെടുക്കുകയോ ചെയ്താൽ മതിയാകും. ഇതുപോലെ ജാറിൽ തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതിയാകും. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കി ചെറുതായിട്ടൊന്ന് ചൂട് മാറിന് ശേഷം മാത്രമേ നമ്മൾ അടിച്ചെടുത്ത തൈര് ചേർത്ത് കൊടുക്കാവൂ. ആ ചൂടോട് കൂടി ബീട്രൂട്ടിൽ തൈര് ഒഴിച്ചു കൊടുക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്യാതെ ആ ചൂടോട് കൂടി തൈര് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബീട്രൂട്ടിന്റെ ചൂട് കൊണ്ട് തൈര് പിരിഞ്ഞു പോകും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്ലെയിം ഓഫാക്കി 2 മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ട് അടിച്ചെടുത്ത തൈര് ചേർക്കാവൂ. തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം.
ഇപ്പൊ അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, നല്ല കളറൊക്കെ വന്നിട്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ആക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പാത്രം ചെറിയൊരു ചൂടുണ്ട്, അതുകൊണ്ട് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല. ആ ചൂടിൽ ഇരുന്ന് ഇത് ചെറുതായിട്ട് ചൂടായി കിട്ടും. ഇപ്പൊ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ച് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കാം, വെളിച്ചെണ്ണ ഇല്ല എങ്കിൽ നല്ലെണ്ണയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എണ്ണയോ എടുക്കാവുന്നതാണ്. ഫ്ലെയിം കുറച്ച് വെക്കുക, എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പൊ ആ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ആ ചൂടോടുകൂടി തന്നെ ബീട്രൂട്ട് പച്ചടിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബീട്രൂട്ട് പച്ചടി സദ്യക്ക് മാത്രമല്ല ഊണിനൊപ്പവും നമുക്ക് ഈസി ആയിട്ട് ഈ ബീട്രൂട്ട് പച്ചടി റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിന്റെ കളറും ടേസ്റ്റും കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പച്ചടി തയ്യാറാക്കി നോക്കുക. നല്ല ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്